എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഒരു സ്റ്റോം പോലെ ആവണം, ഒരു ശക്തിക്കും നിന്നെ തടയാനായിട്ട് കഴിയരുത്. അതിന് ഗോകു ആണെങ്കിൽ അവന്റെ തല അത് താഴെ മുട്ടിക്കും. അത് കണ്ട ബ്ലാക്ക് മാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് എടുത്ത് ഇപ്പൊ അവന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ സീരിയസ് ആയിട്ട് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ഒരു ഈച്ച അവന്റെ മൂക്കിൽ വന്നിരുന്ന് അവനെ കടിക്കുകയാണ്. ആ ഒരു ഭാഗം അവിടെ എങ്ങനെ വീർത്ത് വരും. കട്ട് ചെയ്താ ഇവിടെ മാർഷൽ ആർട്സ് മാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടി കിട്ടി ബഹളം. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, വാവ്, നീ ഇപ്പോൾ ശരിക്കും ഇംപ്രൂവ്ഡ് ആയിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ മാർഷൽ ആർട്സ്മാനെ വെല്ലുവിളിക്കും. ഉറപ്പായാലും അടുത്ത മത്സരത്തിൽ ഞാൻ തന്നെയായിരിക്കും ജയിക്കുക. അവനാണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നത് കണ്ട നമ്മുടെ ആൻസം ബോയ് ആണെങ്കിൽ മൊട്ടപ്പനെ തള്ളി മാറ്റി ഇനി എന്റെ ചാൻസ് ആണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ബുൽമ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ഇപ്പോൾ ആ റാബിറ്റിനോട് അവളെ മസാജ് ചെയ്യാനായിട്ട് പറയും. അതാണെങ്കിൽ മസാജ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ പന്നിക്കുട്ടൻ അവനാണെങ്കിൽ ആ ഓയിൽ മേടിച്ച് അവൻ മസാജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കാണേണ്ട താമസം നമ്മുടെ മാസ്റ്റർ റോഷി ആളാണെങ്കിൽ ഓയിൽ ബോട്ടിലുമായി അമ്മയ്ക്ക് നേരെ എടുത്തു ചാടും. അവൾ ജസ്റ്റ് മിസ്സിന് അങ്ങനെ നിരങ്ങി മാറും. ആളാണെങ്കിൽ താഴേക്ക് അടിച്ചു വീഴും. ലോഞ്ചിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൾ ഗണ്ണെടുത്ത് അച്ചരം പൊച്ചറ ഷൂട്ട് ചെയ്യും. പിന്നെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ മണിക്കൂറുകളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓരോരോ കാഴ്ചകളായിട്ട് കടന്നു വരികയാണ്. അവനാണെങ്കിൽ ഗോതയിൽ മത്സരിക്കുന്നതായിട്ടും അതിനുശേഷം നഷ്ടപ്പെട്ടു പോയ മാസ്റ്ററിനെയും മുത്തപ്പനെയും കുഞ്ഞിപ്പയ്യനെയും ലൈഫിലേക്ക് തിരികെ കൊണ്ടിരുന്നതായിട്ടും അതെല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുന്ന അതേസമയം ബ്ലാക്ക് മാൻ ആണെങ്കിൽ സ്റ്റോൺ എടുത്ത് ഇപ്പൊ ഗോകുവിന് നേരെ എറിയാണ്. അതാണെങ്കിൽ അവന്റെ തലയിൽ വന്ന് അടിക്കും. ഗോകു ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ അവന്റെ മൈൻഡ് അത് ഡൈവേർട്ട് ചെയ്യും. ഓ നോ, ഞാനിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ചിന്തകൾ അതെന്റെ മനസ്സിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്യും. അടുത്ത നിമിഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ മറ്റൊരു സ്റ്റോൺ എറിയും. ഗോകു ആണെങ്കിൽ അതിൽ നിന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ആവും. മാൻ ആണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് നേരം ഗോകു അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കണ്ട് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് പറയും, വാവ്, ഇത്ര നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല, നീ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോഴായിരിക്കും ഗോകുവിന്റെ കൂർക്കമലി ശബ്ദം അത് ആള് കേൾക്കുക. അത് കേട്ട് ആളിപ്പോ വണ്ടടി. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ തട്ടി ഉയർത്തി ആളുടെ അടുത്ത ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു സ്റ്റിക്ക് എടുത്ത് നല്ല സ്പീഡിൽ കറക്കാനായിട്ട് തുടങ്ങും. ആളാണെങ്കിൽ ഗോകുവിനോട് പറയും, ഒരു കാരണവശാലും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാനായിട്ട് പാടില്ല. ഗോകു ഓക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കും. ആളാണെങ്കിൽ നല്ല സ്പീഡിൽ ആ സ്റ്റിക്ക് കറക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഗോകുവിന് സ്റ്റിക്ക് അവന്റെ നേർക്ക് വരുന്നതായിട്ട് തോന്നും. അവൻ പുറകിലേക്ക് മാറി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോകുവിനോട് എന്തു പറ്റിയും ചോദിക്കും. അതിന് ഗോകു പറയും, ആ ഒരു സ്റ്റിക്ക് അതെന്നെ ഹിറ്റ് ചെയ്യാൻ എന്റെ നേർക്ക് വന്നു, അത് കണ്ട് പേടിച്ചാണ് ഞാൻ പുറകിലേക്ക് പോയത്. അത് കേട്ട് ബ്ലാക്ക് മാൻ ചിരിക്കും. സത്യത്തിൽ അത് വെറും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. ഇത് വെറും ഒരു സ്റ്റിക്കാണ്, പവർബോൾ സ്റ്റിക്ക് അല്ല. ഇതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള ട്രിക്കും പവറുമാണ്. അടുത്തതായിട്ട് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ കണ്ണ് കെട്ടും. അതിനുശേഷം ഒരു പൂച്ചയുടെ വാലിൽ ഒരു മണി കെട്ടി അതിനെ പുറത്തേക്ക് വിടുകയാണ്. ഗോകു ആണെങ്കിൽ ആ ശബ്ദം കേട്ട് അതിനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ ബ്ലാക്ക് മാൻ ആണെങ്കിൽ മറ്റൊരു മണി ഉപയോഗിച്ച് അവനെ ഡൈവേർട്ട് ചെയ്യാണ്. അങ്ങനെ രണ്ടു ഭാഗത്തേക്കും ഓടിയും കറങ്ങിയും ഗോകുവിനാണെങ്കിൽ ആ ക്യാറ്റിനെ പിടിക്കാനായിട്ട് കഴിയില്ല. ഉടനെ അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൽ പോയി തലയടിച്ച് വീഴുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ആളുടെ കയ്യിലുണ്ടായിരുന്ന ബെല്ലിപ്പോൾ അവന് കാണിച്ചു കൊടുക്കും. ഗോകുവിനാണെങ്കിൽ കൺട്രോൾ പോവും. അതിന് ബ്ലാക്ക് മാൻ പറയും, നിന്റെ കോൺസെൻട്രേഷൻ പവർ അത് ഇൻക്രീസ് ചെയ്യാനാണ് ഈ ഒരു ടാസ്ക് നിനക്ക് തന്നത്. തീർച്ചയായിട്ടും നിന്റെ കോൺസെൻട്രേഷൻ അത് കൂടും. ശേഷം ഗോകുവും ബ്ലാക്ക് മാനും ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഗോകു ആണെങ്കിൽ അവരോട് പറയും, എനിക്ക് കുറച്ചുകൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടാസ്ക് തരണം. അതിന് ആ ഗാർഡിയൻ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, ഇവിടെ ഒരു ക്രൗൺ ഉണ്ട്, അത് നീ കണ്ടെത്തി നിന്റെ തലയിൽ വെക്കണം. അത് കേട്ട് ബ്ലാക്ക് മാൻ ആണെങ്കിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് ഗോകുവിന് കാണിച്ചു കൊടുക്കും. ഗോകു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പോൾ ഒരു ഇല്യൂഷനിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അവൻ ചുറ്റും നോക്കും. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഗോകു ആണെങ്കിൽ ആ പെൺകുട്ടിയോട്, ഞാനൊരു ക്രൗൺ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്, ആ ക്രൗൺ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാൻ ചോദിക്കും. അതിന് ആ പെണ്ണാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും. ഗോകു അവിടേക്ക് ഓടി വലിയ മലയുടെ മുകളിലൂടെ അങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ക്ലൈമറ്റ് ടോട്ടലായിട്ട് ചേഞ്ചായി നല്ല രീതിയിൽ ഇടിയും മിന്നലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ദൂരത്തായിട്ട് ആ ഒരു ക്രൗൺ അതങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണും. അവനാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ആ ക്രൗണിന്റെ അടുത്തേക്ക് പോവാണ്. വാവ്, ഞാൻ ആ ക്രൗൺ അത് കണ്ടു കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു ഗാർഡിയനും ബ്ലാക്ക് മാനും രണ്ടുപേരും ഗോകുവിന്റെ മൊമെന്റ്സും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ചിരിക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ആ ക്രൗൺ കിട്ടിയ സന്തോഷത്തിൽ അതെടുത്ത് തലയിൽ വെക്കും. അതിനുശേഷം അത് ഊരാൻ ശ്രമിക്കും. പക്ഷേ വളരെ ടൈറ്റ് ആയിട്ട് അവന്റെ തലയിൽ അങ്ങനെ ഫിക്സ് ആയി പോയിരിക്കുകയാണ്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ഊരിയെടുക്കാൻ കഴിയില്ല. അടുത്ത നിമിഷം ആ ക്രൗൺ ഉണ്ടായിരുന്ന ബേസ് അത് താഴേക്ക് പോയി ക്ലൗഡ്സ് എല്ലാം തന്നെ ഇരുണ്ട് കൂടുകയാണ്. അതിൽ നിന്ന് ഒരു ലൈറ്റ്നിങ് പവർ ഇപ്പൊ ഗോകുവിന്റെ നേർക്ക് ആഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ തെറിച്ച് താഴെ വീഴും. പക്ഷെ എങ്ങനെയൊക്കെയോ അവൻ രക്ഷപ്പെടുകയാണ്. ഗോകു മുൻപോട്ടേക്ക് ഓടും. ലൈറ്റ്നിങ് ആണെങ്കിൽ അവനെ ഫോളോ ചെയ്തു വന്ന് അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. ഗോകുവിന് കാര്യം പിടികിട്ടും, ലൈറ്റ്നിങ് ഫോളോ ചെയ്യുന്നത് ആ ക്രൗണിനെ ആണെന്ന്.
ഗോക്കു ആണെങ്കിൽ ആ വീണ്ടും വീണ്ടും ലൈറ്റ്നിങ്ങിൽ പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടും. അടുത്ത നിമിഷം വലിയൊരു ലൈറ്റ്നിങ് അതങ്ങനെ ആഞ്ഞടിച്ച് ഇപ്പൊ ഗോക്കു ആണെങ്കിൽ താഴേക്ക് പോകും. അവന്റെ തലയിലുണ്ടായിരുന്ന ആ ക്രൗണും അവന് നഷ്ടപ്പെട്ടു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മുൻപ് കണ്ട ആ പെൺകുട്ടിയും അവളുടെ അമ്മയും അവർ രണ്ടുപേരും ഇപ്പൊ നദിക്കരയിൽ ബോധം കെട്ട് കിടക്കുന്ന ഗോക്കുവിനെ കാണുകയാണ്. അവരാണെങ്കിൽ ഗോക്കുവായിട്ട് അവരുടെ വീട്ടിലേക്ക് വന്ന് അവൻ ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കും. ഗോക്കു ആണെങ്കിൽ കണ്ണു തുറക്കും. അവന്റെ തൊട്ട് മുൻപിൽ ആ കുഞ്ഞിപ്പെണ്ണ്, ഓ നോ, നിങ്ങളാണോ എന്നെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നേ? ഇതിന് അവള് പറയും, അതെ, ഞാനും എൻ്റെ അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ബേർഡിനെ അന്വേഷിച്ച് നദിക്കരയിലൂടെ കടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ബോധം കെട്ട് കിടക്കുന്ന നിന്നെ കാണാൻ ഇടയായത്. സോ ഞങ്ങൾ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവളോടും അവളുടെ അമ്മയോടും ക്യാഷ്വലായിട്ട് സംസാരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അതിനുശേഷം അവൻ അവിടേക്ക് വന്ന കാരണവും വ്യക്തമാക്കും. ആ ഒരു ലെജൻഡറി ക്രൗണ് അത് സ്വന്തമാക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ അത് എന്നെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ ഉറപ്പായിട്ടും ഞാനത് നേടിയെടുക്കും. അവരാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അവളുടെ അമ്മയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ ആൾക്ക് മാത്രമേ ആ ക്രൗണ് അതെടുക്കാനായിട്ട് കഴിയൂ. ഒരുപാട് പേര് അതെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും അത് കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഒക്കെ മുകളിലേക്ക് ഉയർത്തി, ഉറപ്പായാലും ആ ക്രൗൺ ഞാൻ തന്നെ എടുക്കും. ഞാനായിരിക്കും പിന്നീട് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തി. അല്പസമയം കഴിഞ്ഞ് ഗോക്കു ആണെങ്കിൽ ദൂരെ ആ മൗണ്ടനിലേക്ക് തന്നെ നോക്കുകയാണ്. ആക്ച്വലി ആ ലൈറ്റ്നിങ് ആണ് എല്ലാത്തിനും കാരണം. അത്രയും സ്പീഡിൽ ലൈറ്റ്നിങ് അടിച്ചതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ ലൈറ്റ്നിങ് വളരെ ഫാസ്റ്റും വളരെ പവർഫുള്ളും ആണ്. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഞൊട്ടിയിടയിൽ ചെയ്യണം. അതല്ല എങ്കിൽ എനിക്കത് സ്വന്തമാക്കാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ടുഡേ മോർണിംഗ് ഇപ്പൊ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിന്റെ നിലവിളി കേട്ടായിരിക്കും ഗോക്കു പുറത്തേക്ക് വന്ന് നോക്കുക. കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ അവളുടെ നഷ്ടപ്പെട്ടു പോയ ബേർഡിനെ പിടിക്കാൻ ശ്രമിച്ച് ഇപ്പൊ റൂഫിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവളുടെ അമ്മയെ സമാധാനിപ്പിച്ച് ആ റൂഫിന് മുകളിലേക്ക് കയറി അവളെ പിടിക്കും. പിന്നീട് സേഫ് ആക്കി താഴെ എത്തിച്ച് അവർ 3 പേരും ഫുഡ് കഴിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടും. നഷ്ടപ്പെട്ടു പോയ അവളുടെ കുഞ്ഞി പക്ഷി അതിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് അതിനോടൊപ്പം കളിച്ചുല്ലച്ച് നടക്കും. അത് കാണുമ്പോൾ ഗോക്കുവിനും അവളുടെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷം. ഗോക്കു ആണെങ്കിൽ അവളോട് ചോദിക്കും, നിനക്കെങ്ങനെ ഇത് പുറത്തുണ്ടെന്ന് മനസ്സിലായി? അതിനവൾ പറയും, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അത് തൊട്ടറിഞ്ഞു. ഞാനിതിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല, പക്ഷേ ഇതുമായിട്ടൊരു കണക്ടിവിറ്റി എനിക്കുണ്ട്. അത് കേൾക്കേണ്ട താമസം. ഗോക്കുവിനൊരു ബുദ്ധി വെളിച്ചമുണ്ടായി. അവൻ അവരോട് രണ്ടുപേരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ആ മൗണ്ടൈൻ്റെ മുകളിലേക്ക് വരും. അതിനുശേഷം ആ ഒരു ക്രൗൺ എടുത്ത് തലയിലേക്ക് വെക്കുകയാണ്. അടുത്ത നിമിഷം ലൈറ്റ് മുകളിലേക്ക് ഉയർന്ന് ഇപ്പൊ വീണ്ടും ക്ലൗഡ് ഇരുണ്ട് വന്ന് ലൈറ്റിംഗ് ആരംഭിക്കും. ഗോക്കു ആണെങ്കിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫസ്റ്റ് ലൈറ്റ്നിങ് നിന്ന് എസ്കേപ്പ് ആവും. അതിൽ സന്തോഷിച്ച് അവൻ തുള്ളിച്ചാടുമ്പോൾ നെക്സ്റ്റ് ലൈറ്റ്നിങ് അത് അവനൊന്ന് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ ക്രൗൺ ആണെങ്കിൽ പഴയ സ്ഥാനത്തേക്ക് പോവും. ഗോക്കുവിന്റെ ബോധവും പോവും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.